ഹായ് ഫ്രണ്ട്സ്, അസാക്സുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എൻ്റെ രണ്ട് ഫ്രണ്ട്സും മോളുമായിട്ട് ഞങ്ങൾ സ്ത്രീകൾ തനിച്ച് ഒരു യാത്ര പോവാം കേട്ടോ. അത് ദൂരേക്കൊന്നുമല്ല, ഗുരുവായൂർ അമ്പലം വരെ. അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ ട്രെയിനിൽ കയറുന്നത്. ഞങ്ങൾ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിനാണ് കേട്ടോ പോണത്. ഞങ്ങൾ ഒരു 10-20 മിനിറ്റ് മുമ്പ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിൻ വരുന്നവരെ കാത്തിരുന്ന് ട്രെയിനിൽ വനിതാ കമ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ത്രീകൾ മാത്രം പോകുന്ന യാത്ര എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ ഒന്നും അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞ് വിലക്കാനൊന്നും ആരുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോവോ എടുക്കോ എന്തെങ്കിലും കാണുമോ അല്ലെങ്കിൽ എന്തുവാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വനിതാ കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഒരുപാട് തിരക്കൊന്നുമില്ല കേട്ടോ. എപ്പോഴും നമ്മൾ വനിതാ കമ്പാർട്ട്മെൻറ്റിൽ കയറിയാൽ നമുക്കൊരു സുരക്ഷിതത്വമുണ്ട്. കാരണം ഗുരുവായൂരൊക്കെ പോകുമെന്ന് പറയുമ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിലുള്ള ഭൂരിഭാഗം സ്ത്രീകളും ഗുരുവായൂരോട്ടുള്ളവരായിരിക്കുമേ. അവർ കൂടുതൽ ആൾക്കാരും ഗുരുവായൂർ സ്റ്റേഷൻ വരെ ഉറങ്ങിയൊക്കെയാണ് പോകുന്നത്. ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. ഞങ്ങളൊരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഗുരുവായൂർ ചെന്നേ. ഞങ്ങൾ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്ന് കുളിച്ച് ഫ്രഷായി അമ്പലത്തിൽ നിർമ്മാല്യം തൊഴാമെന്ന് കരുതി പോയി കേട്ടോ. ഞങ്ങൾ മിക്കവാറും പോകാറുള്ള യാത്രയാണ്. ഞങ്ങളിങ്ങനെ തന്നെ എപ്പോഴും പോകുന്നതുവേ. അപ്പോൾ ഈ യാത്ര പോയിട്ടിപ്പോൾ 2 മാസത്തോളമായി കേട്ടോ. എനിക്ക് വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ്. വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തൊക്കെ എടുത്തത് ഇപ്പോഴാണ്. അതാ ഇടാൻ താമസിച്ചതേ. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുമ്പോൾ കടകളൊന്നും വലുതായിട്ട് തുറന്നിട്ടൊന്നുമില്ല, കുറേശ്ശെയുള്ള കടകളൊക്കെ തുറന്നിട്ടൊക്കെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ അന്നേരം ആദ്യം പോയി നിർമ്മാല്യം തൊഴാൻ പോയി ക്യൂ നിന്നു. ഒരു നല്ല ക്യൂ ആയിരുന്നു. ഞങ്ങൾ നിർമ്മാല്യം തൊഴാൻ നിന്ന് വാച്ചാർത്ത് തൊഴുതാട്ടോ ഇറങ്ങിയത്. വാച്ചാർത്ത് തൊഴുത് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ വെളിയിലിറങ്ങി. അപ്പോൾ ഞങ്ങൾ മൊബൈൽ ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ടാണ് കേട്ടോ പോയത്. അകത്തോട്ട് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. സാധാരണ ഞങ്ങൾ മൊബൈൽ ഹോട്ടൽ റൂമിൽ വെച്ചിട്ടാണ് പോരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വീഡിയോസൊക്കെ എടുക്കേണ്ടത് കൊണ്ടാണ് കൂട്ടത്തിൽ കൊണ്ടുവന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ അതേ ഒരു 4-4:30 മണിയായിട്ടുണ്ട് കേട്ടോ. ആ ടൈമിലാണ് ഞങ്ങൾ തിരിച്ച് തൊഴുതിട്ടൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള പരിസരമൊക്കെ ഒന്ന് വീഡിയോസ് എടുത്തു. കുറേ കടകളിലെ സാധനങ്ങളും അതുപോലെ തന്നെ പൂക്കച്ചവടക്കാരും ലൈറ്റുകളും അതൊക്കെയാണല്ലോ ഗുരുവായൂർ പോയാൽ നമുക്ക് എടുക്കാനുള്ളത്. അവിടെയൊക്കെ കുറച്ച് സമയം നടന്ന് എല്ലാം ഒന്ന് വീഡിയോസാക്കി കേട്ടോ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പർച്ചേസിംഗ് ഒന്നുമില്ല കേട്ടോ. ഒരുപാടെന്നല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ പർച്ചേസിംഗ് ഒന്നുമില്ല. കാരണം എപ്പോഴും നമ്മൾ മിക്കവാറും പോകുന്നതാണ്. പുതുമയുള്ള കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല. നമ്മൾ ആദ്യമൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴൊക്കെ വാങ്ങിച്ചുകൊണ്ട് എടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ മിക്കവാറും പോകുമ്പോഴത്തേക്കും നമുക്ക് പോയി തൊഴുക വരിക എന്നൊരു ചിന്തയല്ലേ. അപ്പം ഞങ്ങൾ എല്ലായിടവും ഒന്ന് തൊഴുതു. പിന്നെ ഞങ്ങൾ മുടക്കാതെ വാങ്ങിക്കുന്നൊരു കാര്യമുണ്ട് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ ഞങ്ങളെല്ലാവരും നിറയെ പൂ വാങ്ങിച്ചു വെക്കുവേ. അതെന്താണോ പൂവിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. അത് സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ. പിന്നെ ഞങ്ങൾ കടകളിലൊക്കെ കയറി. അവിടെ ഡ്രസ്സൊക്കെ ഇഷ്ടംപോലെ സെറ്റ് സാരികളുടെയൊക്കെ പല ശേഖരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ മമ്മിയൂർ അമ്പലത്തിൽ പോയി. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. അതിന് ശേഷം ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ആനത്താവളം കാണാൻ വന്നേ. ഗുരുവായൂർ ആനക്കോട്ട അത് കാണാൻ വന്നു. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചേച്ചി അത് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിക്ക് അതൊന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നതേ. അപ്പോൾ ഞാനും ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒത്തിരി നാളായി, ഒരു 5-6 വർഷം മുമ്പ് വന്നിട്ടുള്ളതാണ്. അങ്ങനെ വന്ന് കണ്ടേക്കാം. എന്തായാലും ഒരു ദിവസം നമ്മൾ ഗുരുവായൂരുണ്ടല്ലോ എന്ന് കരുതി ആനക്കോട്ട കാണാൻ ഇറങ്ങിയതാണ്. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ഒരു 4-4:30 ആയി കേട്ടോ. വെയിലൊക്കെ ആറിയതിന് ശേഷമാണ് വന്നതേ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കുറച്ചേറെ ആളുകളൊക്കെ ഇങ്ങനെ വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് സ്ഥലമുള്ളത് കാരണം എല്ലാവരും ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന കാരണം വലിയ ആൾക്കാരെ കാണാനില്ല. ഞങ്ങളവിടെയൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് കണ്ടു കേട്ടോ. ഇഷ്ടംപോലെ ആനകളെ എല്ലായിടത്തും തളച്ചിരിക്കുന്നതൊക്കെ കണ്ടേ. പിന്നെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു വിഷമം വരും. എന്താണെന്നറിയാവോ, ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ ആനക്കോട്ട കാണാൻ വന്നപ്പോൾ കൂട്ടത്തിൽ പുരുഷന്മാരൊക്കെ ഉള്ളവർ ആനയുടെയൊക്കെ കുറച്ചൊക്കെ അടുത്ത് നിന്ന് നന്നായിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരു പേടിയാണ്. ആനയൊക്കെ കാണുമ്പോൾ അവർക്ക് കുറച്ച് സമയമൊക്കെ അതിൻ്റെ ദൂരം അറിയാനുള്ള നിൽക്കാനൊക്കെ ഒരു പേടി. അപ്പോൾ ഞാൻ വിചാരിച്ചു മോളുടെ അച്ഛൻ കൂട്ടത്തിലുണ്ടായിരുന്ന അടുത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം പറയുമ്പോഴും ചില കാര്യങ്ങൾ അങ്ങനെയുണ്ട്, അതും പറയണം. എന്നാലും ശരി, നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോവുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സ്ത്രീകൾ മാത്രമായിട്ട് പോകുമ്പോൾ അതൊരു അനുഭവമാണ് കേട്ടോ.
എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സംസാരിക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാം. അതിനൊക്കെ തന്നെ നമുക്കിപ്പം അമ്പലത്തിൽ കുറേ സമയം ഇരിക്കണമെന്ന് തോന്നിയാൽ നമുക്കിരിക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഈ അമ്പലത്തിലെ കാര്യം മാത്രമല്ല, എങ്ങോട്ടാണെങ്കിലും നമ്മൾ സ്ത്രീകൾ മാത്രമായിട്ട് പോകുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ കഞ്ഞിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളൊരു ഗ്രാമപ്രദേശമാണ്. അവിടുന്ന് സ്ത്രീകൾ മാത്രമായിട്ട് കേരളത്തിനകത്ത് ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകാറുണ്ട് കേട്ടോ. എനിക്കങ്ങനെ പോകുന്നത് വലിയ ഇഷ്ടവുമാണ്. അപ്പോൾ ഞങ്ങൾ ചുറ്റി നടന്ന് ആനയൊക്കെ കണ്ടു കേട്ടോ. എല്ലാം നല്ല മിടുക്കൻ, നല്ല സുന്ദരന്മാരായിട്ട് നിൽക്കുന്നു. പനമ്പട്ടയൊക്കെ തിന്ന് നല്ല കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കിയ എല്ലാ ആനകളും നിർത്തിയിരിക്കുന്നതേ. ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ നടന്നെല്ലാം കണ്ടു. അതിനകത്ത് ചില ഈ ആനയെ കണ്ടത് ഒരു വയസ്സായ ആനയാണ് കേട്ടോ. അതിൻ്റെ വാലിലെ രോമമൊക്കെ പൊഴിഞ്ഞ് അതിനെ കാണുമ്പം നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പം കുഴപ്പമില്ലല്ലോ, അതിന് ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ആനയെ കണ്ടുള്ളൂ. ഇതൊരു പിടിയാന. ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കണ്ടപ്പോഴത്തേക്കും അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ അകത്തോട്ട് പ്രവേശനമില്ല, അകത്തോട്ട് കയറരുതെന്ന് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പം ഞങ്ങൾ സെക്യൂരിറ്റിയുടെ അടുക്കൽ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അവിടെ ഇങ്ങനെ മതപ്പാടുള്ള ആനകളെ കെട്ടുന്ന ഇങ്ങനെ തളച്ചിടുന്ന സ്ഥലമാണ്, അങ്ങോട്ടേക്ക് പ്രവേശനമില്ല, അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർ അവർ പറയുന്നത് കേൾക്കാതെ അങ്ങോട്ടൊക്കെ കയറി വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ അപകടമല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ ദൂരെ നിന്നൊക്കെ ഒന്ന് നോക്കി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ സൂം ചെയ്തൊക്കെ നോക്കി കേട്ടോ. പിന്നെ സെക്യൂരിറ്റിയുടെ അടുക്കൽ ഞങ്ങൾ അത് എത്ര ആനയുണ്ടെന്നൊക്കെ ചോദിച്ചു. അന്നേരം 38 ആനയുണ്ടെന്ന് പറഞ്ഞു. ഇനി 2 ആനയെ കൂടെ കൊണ്ടുവരും, ചിലപ്പോൾ അത് 2ഓ 3ഓ 4ഓ ഒക്കെ ആവുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 38 ആനയുടെയും പേരൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ ആ ആനയുടെ പേര് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോയ്ക്ക് ഒത്തിരി ലെങ്ത് ആവുന്ന കാരണം ആ വീഡിയോസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ആനയുടെയൊക്കെ പേരൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ 5 പിടിയാനയും ബാക്കി കൊമ്പനാനയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മുടെ MP സുരേഷ് ഗോപി ഒരു ആനയെ കൊടുത്തിട്ടുണ്ട്, അതൊരു പിടിയാനയാണ്. ആ ആനയുടെ പേര് ലക്ഷ്മി എന്നാന്നൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. ഞങ്ങൾ അന്നേരം അതിനെ പോയി കാണുകയൊക്കെ ചെയ്തു. എല്ലാ ആനയും കണ്ടേ. അതുപോലെ തന്നെ ഇങ്ങനെ മതപ്പാടുള്ള ആന ഇങ്ങനെ കുളിപ്പിക്കുന്നതൊക്കെ കണ്ടേ. നമുക്ക് അടുത്തു നിന്ന് കാണാനൊന്നും പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ദൂരെ നിന്നിങ്ങനെ കണ്ടു. അതിനെ പാപ്പാന്മാരൊക്കെ ചേർന്ന് കുളിപ്പിക്കാൻ വേണ്ടിയെല്ലാം റെഡിയാക്കുന്നു. അതിനെ കിടത്തി ദേഹത്തോട്ടൊക്കെ വെള്ളമൊക്കെ ഒഴിക്കുന്നേ. അപ്പം ഞങ്ങളിങ്ങനെ ദൂരെ നിന്ന് അത് സൂം ചെയ്ത് എടുത്ത് നോക്കിയേ. പക്ഷേ ഇതേ കണ്ടോ, കറക്റ്റായിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ ഇങ്ങനെ നടന്നു കേട്ടോ. അവിടെ ഇരിക്കാനൊക്കെയുള്ള സ്ഥലമുണ്ട്. അവിടെ ആൽത്തറയും അതുപോലെ തന്നെ ഇങ്ങനെ സിമെൻറ്റ് ബെഞ്ച് പോലെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. സൈഡിലൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ സൈഡിൽ നിന്ന് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞങ്ങളും കുറച്ച് സമയം ഇങ്ങനെ എല്ലായിടമൊക്കെ ഒന്ന് കറങ്ങി നടന്ന് അവിടുന്ന് ഒരു പഴംപൊരിയും ചായയൊക്കെ വാങ്ങിച്ച് കഴിച്ച് അവിടെയൊക്കെ ഇങ്ങനെ കുറേ നേരം അവിടെ ചിലവഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളൊരു 6 മണിയായപ്പോഴത്തേക്കും തിരിച്ചു പോന്നു. ഞങ്ങളൊരു ഓട്ടോയിലായിരുന്നു പോകുന്നത്. ഓട്ടോക്കാരൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും സമയം. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് ഗുരുവായൂർ അമ്പലത്തിൽ തിരിച്ച് പോയി തൊഴുതു. പിന്നെ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ വീണ്ടും എടുത്തു. ഇതേ കണ്ടോ, ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞങ്ങൾ 2ാമത് എടുത്തതാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണല്ലോ എന്ന് കരുതി. പിന്നെ ഞങ്ങൾ അത്താഴപൂജയെല്ലാം തൊഴുതു. രാത്രിയിലെ ഫുഡെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ വന്ന് ഒരു 2-3 മണിക്കൂർ ഉറങ്ങി. അതിന് ശേഷം 2:45 കഴിഞ്ഞപ്പോൾ തിരിച്ചൊരു ഓട്ടോറിക്ഷ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയി. തിരിച്ച് ഇൻ്റർസിറ്റിക്ക് തന്നെ ഞങ്ങൾ അമ്പലപ്പുഴ വന്നു കേട്ടോ. ഇൻ്റർസിറ്റി 3:20 എനിക്ക് കറക്റ്റ് ഇപ്പം ഞാൻ ടൈം ഓർക്കുന്നില്ല. എന്നാലും ഞങ്ങൾ എപ്പോഴും 2:45 ടിക്കറ്റ് എടുത്തിട്ട് പോയി നിൽക്കും. അപ്പം ഞങ്ങൾ രാവിലെ ഒരു 6:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഇതുപോലുള്ള ചെറിയ ചെറിയ യാത്രകൾ എല്ലാ സ്ത്രീകളും നടത്തണം. അപ്പോൾ മനസ്സിന് നമുക്കൊരു സന്തോഷം കിട്ടുന്ന യാത്രയായിരിക്കും ഇതേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.